മുൻ MLA ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പറവൂർ മുനിസിപ്പൽ കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായി കോടതി വിധി കിട്ടിയതാണ്. അതിനുശേഷം മോൾക്കോടതിയിലേക്ക് പോയപ്പോൾ നിങ്ങൾ പാവങ്ങളായതുകൊണ്ടും നിയമത്തിൻ്റെ അജ്ഞത കൊണ്ടും അവിടെയൊന്നും പോകാൻ പണമില്ലാത്തതുകൊണ്ടും ഇവർക്ക് പുറകെ എത്താൻ കഴിഞ്ഞില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇവിടെ താമസിക്കാത്തവരല്ല, ഇവരുടെ അവകാശപ്പെട്ട ഭൂമിയാണ്. ഇവർക്ക് മറ്റാൾ കേസ് പോയ പോലെ പുറകെ പോകാനുള്ള ശേഷി ആ കാലത്ത് ഉണ്ടായില്ല. അതുകൊണ്ടൊരു കോടതി വിധി സമ്പാദിച്ചു. ആ വിധി സമ്പാദിച്ചുകൊണ്ട് ഈ പാവങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ രേഖകൾ നോക്കിയാൽ, ഇവിടുത്തെ താലൂക്ക് രേഖകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രദേശം പുറമ്പോക്ക് പ്രദേശമാണെന്ന് അറിയാം. കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് അളന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ സൂക്ഷ്മമായി ഇത് പരിശോധിച്ചിട്ടുള്ളതാണ്. കാരണം ഇവിടെ ഇത്ര കാലം ഇവരോടൊപ്പം നിന്ന് ഇത് ചെയ്യുന്നു എന്ന നിലയുണ്ട്. കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് പരിശോധിച്ചിട്ടുണ്ടെന്ന് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച ആക്ഷേപം തന്നെയുണ്ട്, ഇവർക്കെല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ വടക്കും തെക്കെന്നുള്ള അതിർത്തി തിട്ടപ്പെടുത്തിയിട്ടല്ല അളന്നിട്ടുള്ളതെന്നും അത് കനാലിൻ്റെയൊക്കെ പ്രദേശം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുടെ ശരിയാവണ്ണം അതിർത്തികൾ ഉൾപ്പെടെ തിട്ടപ്പെടുത്താതെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള നിയമത്തിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശാശ്വതമായി കാണാൻ ഈ സ്ഥലത്തെ മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തുക, ഇതിൻ്റെ പുറമ്പോക്ക് തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് കാലങ്ങളായി പാവങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിവിടെ അന്വേഷിച്ചാൽ കാണാം, എത്രയോ കാലങ്ങളായി മനുഷ്യരിവിടെ താമസിക്കുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14 പ്രാവശ്യം എങ്ങാണ്ട് പോലീസ് ഈ നടപടി ഈ ഉത്തരവ് നടപ്പാക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യരും ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ഇടതുപക്ഷം എല്ലാം കൂടി ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാലത്തും അതിനെ എതിർക്കുകയായിരുന്നു. ശ്രീനിജൻ എന്ന മുമ്പിൽ നിൽക്കുകയായിരുന്നു. MLA എന്ന നിലയിൽ ഇവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി എല്ലാ സമയത്തും ശ്രീനിജൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ MLA എവിടെ പോയി? അധികാരം കിട്ടിയിട്ട് 2 ദിവസമേ ഉള്ളൂ. എന്തൊരു ഉങ്കാണെന്ന് നോക്കൂ. ഇതാണോ VD സതീശൻ കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ സാമ്പിളാണോ ഈ കാണുന്നത്? പാവപ്പെട്ട ദളിത് കുടുംബങ്ങളാണ്, പാവപ്പെട്ട SC വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ്. വലിയ നീതിയുടെയും വലിയ വർത്തമാനം പറഞ്ഞ് അധികാരത്തിൽ കയറി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും ഭീകരമാവുന്ന പോലീസ് നരനായിട്ട് ഈ പാവങ്ങൾക്ക് നേരെയല്ലേ നടത്തിയിട്ടുള്ളത്? എന്ത് ക്രൂരമാണിതെന്ന് നോക്കൂ. പോലീസ് വന്ന് ആക്രമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്ത്രീകളെ ഉൾപ്പെടെ പുരുഷ പോലീസുമാരല്ലേ ആക്രമിച്ച്? ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇതുങ്ങളുടെ മുഖങ്ങൾ നോക്കൂ. ഈ കുഞ്ഞുങ്ങളുടെ മുഖം, ഈ പാവപ്പെട്ട വീട്ടിലെ മക്കളുടെ ഉൾപ്പെടെയുള്ള വലിച്ചിഴച്ചു കൊണ്ടുപോകുക, വളരെ ക്രൂരമായി സമീപനം സ്വീകരിക്കുക. ഇതൊന്നും ഒരു കാലത്തും ആരും അംഗീകരിച്ചു തരുമെന്ന് കരുതരുത്. അധികാരം കിട്ടിയതിൻ്റെ ഉങ്കും കാണിക്കാൻ പോയാൽ നാട്ടിലെ ജനങ്ങൾ അതെല്ലാം അംഗീകരിച്ചു തരുമെന്ന് കരുതരുത്. ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ പാവങ്ങളെ ഒരാൾക്കും ഇറക്കിവിടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവർക്ക് ആവശ്യമായ സംരക്ഷണം ഞങ്ങൾ കൊടുക്കും. കഴിഞ്ഞ കാലയളവിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇനിയുള്ള കാലയളവിലും ഞങ്ങൾ കൊടുക്കും. അതിൻ്റെ അകത്തൊരു സംശയമില്ല. കോടതിയുടെ ഉത്തരവിൻ്റെ സാങ്കേതികത്വം പറയാം. അതിൻ്റെ കാരണം ഞാനിതാണ്. പറവൂർ മുനിസിപ്പൽ കോടതി ഇവർക്ക് അനുകൂലമായിട്ട് വിധിച്ചതാണ്, ഇവർക്ക് അനുകൂലമായി കിട്ടിയതാണ്. മേൽക്കോടതിയിലേക്ക് പോയപ്പോൾ അതിനോടൊപ്പം നിന്ന് മത്സരിച്ച് കേസ് നടത്താനുള്ള ശേഷി ഈ പാവങ്ങൾക്കില്ല. അതുകൊണ്ട് കോടതിക്ക് അനുകൂലമായ ഉത്തരവ് കിട്ടി, കോടതിയുടെ ഉത്തരവ് കിട്ടി. അത് നടപ്പാക്കാൻ വന്നപ്പോൾ മറ്റു പല കേസുകളും ഇതിൻ്റെ അനുബന്ധ കേസുകൾ എന്ന നിലയിൽ മുമ്പോട്ട് ഉണ്ട്. ഇത് ഇവിടെ അളക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത് മുഴുവൻ അളക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഈ 19 ഏക്കറിൻ്റെ പുറമ്പോക്ക് അളന്നു കഴിഞ്ഞാൽ ഇവരെ എങ്ങനെയാണ് ഈ പറയുന്ന ഇളക്കി വിടാൻ കഴിയുക എന്നുള്ളത് വ്യക്തമാകും. അപ്പം മനുഷ്യന് ജീവിക്കുക എന്നുള്ളതാണ്, സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോകാനൊക്കെ ആയി സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും എല്ലാ വീടുകൾക്കകത്തും. ഇവരെല്ലാവരും തൊഴിലെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരാണ്. ഈ വീട്ടിലാണ് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ഉൾപ്പെടെ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഈ ഒരു പറഞ്ഞത് അല്ലേ. ഇപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ക്യാൻസർ പേഷ്യൻ്റായ ആളെ പോലും ഇങ്ങനെ വീട് കയറി ആക്രമിക്കുക, ഇതൊക്കെ കേട്ടുകേൾവിയുള്ള രീതിയാണോ? അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. ഗവൺമെൻറ് ഈ തെറ്റ് തിരുത്താൻ തയ്യാറാക്കണം. വളരെ തെറ്റായ കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അധികാരം കിട്ടിയതിൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് 10 വർഷം നഷ്ടപ്പെട്ടു, ഞങ്ങൾ ഈ 10 വർഷം നഷ്ടപ്പെട്ടതെല്ലാം കാണിക്കാമെന്നാണ് ചില ആളുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ആളുകളെ കണ്ണീര് കുടിപ്പിക്കുമെന്നൊക്കെ എല്ലാം പ്രസംഗിക്കുന്നതെല്ലാം നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ കാണുന്നുണ്ട്. പാവങ്ങളെ കണ്ണീര് കുടിപ്പിച്ച് അധികാരത്തിൻ്റെ മുൻപിൽ മുമ്പോട്ട് പോകാനാണ് VD സതീശൻ്റെ ഗവൺമെൻറ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ വേലിയേറ്റത്തെയായിരിക്കും നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത്. ഈ പാവപ്പെട്ടവരെ അവർ ജനിച്ച മണ്ണിൽ, അവർ 100 വർഷത്തിനിടയ്ക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മണ്ണിൽ നിന്ന് അവരെ കൈപിടിച്ച് ഇറക്കി വിടാൻ ഞങ്ങളുടെ പ്രസ്ഥാനം ഇവിടെ ഉള്ളിടത്തോളം കാലം അനുവദിക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ല, അതെല്ലാം നിയമത്തിൻ്റെയും സാങ്കേതികത്വത്തിൻ്റെയും കാര്യമാണ്. ഞങ്ങൾ പറയുന്നത് മനുഷ്യത്വമാണ്, മനുഷ്യരുടെ കാര്യമാണ്. നിങ്ങൾ നിയമത്തിൻ്റെ, ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് വരുന്നത്. ഇവർ ആദ്യം ഇവർക്ക് അനുകൂലമായ വിധി കിട്ടി, അതിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ നിയമപരമായ സാങ്കേതികത്വത്തിൽ കുടുങ്ങിയല്ല വേണ്ടത്.
പാവപ്പെട്ട 8 മനുഷ്യരെ ഇവരെങ്ങനെ തെരുവിലേക്ക് ഇറക്കി വിടാനാണ് ഉദ്ദേശിക്കുക? ഈ കുഞ്ഞുങ്ങൾ നാളെ എവിടെ കിടക്കും ഇവിടുന്ന് ഇറക്കി വിട്ടാൽ? ഇതൊരു പരിഷ്കൃത സമൂഹമല്ലേ? കേരളം പലതിനും മാതൃക കാണിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ ഇവിടെ നിയമപരമായ നീതി കിട്ടണം. ഇവർ ഈ കാണുന്ന വീടും ഈ പ്രദേശം എല്ലാം കൃഷി ചെയ്ത്, എനിക്ക് തോന്നുന്നു ഈ 5-8 കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് ഏതാണ്ട് 1 ഏക്കർ സംതിങ് സ്ഥലം ആണ് അല്ലേ എല്ലാവരുടെ ഇവിടെ കൂടി ഭാഗമായിട്ടുണ്ടാകുക. ഇവർ കൃഷി ചെയ്ത് ഇതായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരെ എല്ലാവരെയും വലിച്ച് തെരുവിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പിന്നെ ഇതുങ്ങൾ ജീവിക്കുക? അപ്പോൾ അതുകൊണ്ട് സാങ്കേതിക വർത്തമാനങ്ങളല്ല വേണ്ടത്. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നിർവഹിക്കുന്നത്. അത് ഗവൺമെൻറ് നിർവഹിക്കാൻ തയ്യാറാകണം. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നിൽ നിൽക്കുന്ന CPM ആണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കക്ഷി ചേരാനോ അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് അളവെടുക്കാനോ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ മുൻകൈയെടുത്ത് നടത്തി. അല്ല, ഇത് ബഹുമാനപ്പെട്ട കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരം പിണറായി സർക്കാർ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ, കോടതി വിധിയുടെ ഭാഗമായി ഇവർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അതിന് അനുഭാവപൂർവമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരുന്നത്. സർക്കാർ എല്ലാ കാലത്തും ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റു കോടതിയുടെ സാങ്കേതികത്വവും വിധികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കാൻ തയ്യാറായിരുന്ന ഒരു കാര്യം ഇവിടെയുള്ള പുറമ്പോക്ക് അളക്കാം എന്ന കാര്യത്തിലേക്കാണ്. അതിനാവശ്യമായ നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അതിനാവശ്യമായ നിയമപരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങളോട് ബന്ധപ്പെട്ടവർ ഉൾപ്പെടെ പറയുകയുണ്ടായി. ഇവിടുത്തെ ആളുകളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അതിനാവശ്യമായി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടലാസും പരാതികളെല്ലാം സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കുന്നതിനാവശ്യമായ നോട്ടീസ് ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന 17-19 ഏക്കർ വരുന്ന പുറമ്പോക്കായ സ്ഥലം അളക്കുന്നതിനാവശ്യമായ നോട്ടീസ് ഉൾപ്പെടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലേ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുക?